ഹലോ, ഇന്ന് നമുക്കൊരു മാങ്ങച്ചാർ ഉണ്ടാക്കിയാലോ? വായോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ച 4 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വേപ്പല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ തലേ ദിവസം കട്ട് ചെയ്ത് ഉപ്പ് പുരട്ടി വെച്ച മാങ്ങയാണ് കേട്ടോ. ഇനി ഈ മാങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വിനെഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് അച്ചാറിൽ കുറച്ച് മധുരം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്ങച്ചാറാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.